SRS കമ്പനിയുടെ ഫുൾ HD റെസൊല്യൂഷനുള്ള ഡ്യുവൽ ചാനൽ ഡാഷ് ക്യാമറ ടാറ്റ ടിഗോറിൽ ഇൻസ്റ്റാൾ ചെയ്തതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിന്ന്. ഇത് ആൻഡ്രോയിഡ് 8 OS ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഗൂഗിൾ മാപ്പും മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ട്. ഡിസ്പ്ലേ 3 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതാണ് ഫ്രണ്ട് ക്യാമറ വിത്ത് ഡിസ്പ്ലേ. ഇത് ഫ്രണ്ട് ക്യാമറ മൗണ്ട്. ഇതിൻ്റെ 3 വയറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്യൂസ് ക്യാമറയുടെ. അതിനുശേഷം ബാക്ക് ക്യാമറ റിവേഴ്സ് ക്യാമറയുടെ വയറിംഗ് ആണിത്. ഇങ്ങനെ കണക്ട് ചെയ്യും. ഇത് GPS ഇൻബിൽഡ് GPS ആണ് ഇതിൽ വരുന്നത്. മൂന്ന് സ്വിച്ചസ് ഉണ്ട്. GPS കണക്ട് ചെയ്യാനും ഫ്രണ്ട് ക്യാമറയുടെ പവർ സപ്ലൈയും റിയർ ക്യാമറയും കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. ഇതിൽ സൈഡിൽ 4G സിം ഇടാനും പിന്നെ മെമ്മറി കാർഡ് 128 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ക്യാമറ. ഇത് റിയർ ക്യാമറ. 2 ക്യാമറയും 1080 റെസൊല്യൂഷനാണ് വരുന്നത്. ഫുൾ HD റെക്കോർഡിംഗ് ഉണ്ട്. ഇത് ഫയൽ ടാഗ് ആണ്. ഫയൽ ടാഗിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വയറ് എൻ്റെ കോപ്പർ വയർ പൊട്ടാതിരിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തത്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വയറിൻ്റെ എൻഡ് സെക്യൂർ ആയിരിക്കും തോന്നി. ഇത് ബ്ലാക്ക് വയർ നെഗറ്റീവ് ടെർമിനൽ കൊടുക്കാൻ വേണ്ടി. ഇതാണ് ഫ്യൂസ് അഡാപ്റ്റർ. ഇതിൽ ഫ്യൂസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഫ്യൂസ് കൂടെ കുത്താൻ പറ്റും. ഇത് വയർ തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ട് വയർ പരസ്പരം പിരിച്ച് സെല്ലോ ടേപ്പ് പൊട്ടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ഇതാണെന്ന് തോന്നി. വയർ കണക്ടറാണ്. ഇത് ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടും. എല്ലാ ഐറ്റംസും ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഫ്യൂസ് ലോക്കൽ ഓട്ടോമൊബൈൽ ഷോപ്സിലൊക്കെ കിട്ടുന്നതാണ്. സ്പെയർ പാർട്ട് ഷോപ്സിലൊക്കെ കിട്ടും. ഇത് ഒരു ഓൺ ഓഫ് സ്വിച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ബിക്കോസ് പാർക്കിംഗ് മോഡിൽ ഇപ്പോൾ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിന് 200 രൂപ അപ്രോക്സ് വിലയുണ്ട്. ഇനി അടുത്ത ഫ്യൂസ് കമ്പാർട്ട്മെൻ്റ് ആണ്. കേബിൻ ഫ്യൂസ്. ഇതാണ് ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ കറണ്ട് വരുന്നതും ഇത് ഇഗ്നിഷൻ ഓഫ് ആയാലും കറണ്ട് വരുന്ന ഫ്യൂസാണിത്. നമ്മൾ ഇതിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ സി പില്ലർ ദൂരെ എടുത്തതാണ്. സി പില്ലർ പാനൽ ഇതിങ്ങനെയാണ്. ജസ്റ്റ് പ്രസ് ബട്ടൺ ടൈപ്പാണ് ഇതിൻ്റെ കണക്ഷൻ. സ്വിച്ച് സ്ക്രൂ ഒന്നുമില്ല. ജസ്റ്റ് വലിച്ച് പറിച്ചിങ്ങ് എടുത്താൽ മതി. പക്ഷേ അത് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ അത് ഫ്യൂസ് ഹോൾഡ് ചെയ്യുന്നത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് താഴത്തെ പാനലാണ്. ഇത് ബാക്ക് ക്യാമറ ഞാൻ പിടിപ്പിച്ചതാണ്. അതിനുശേഷം വയർ ഇതുവഴി ടഗ് ചെയ്ത് സി പില്ലറിൽ ഞാൻ പാനൽ തുറന്ന് ബാക്കി ബാലൻസ് ഉള്ള വയറെല്ലാം അതിൽ ടഗ് ചെയ്യാമെന്നാണ്, അതിനുള്ളിൽ ഇടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ റെഡ് വയർ കാണുന്നത് റിവേഴ്സ് ലൈറ്റിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വണ്ടി റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഡിസ്പ്ലേയിൽ ഇത് കാണിക്കും. റിവേഴ്സ് ക്യാമറ ഓട്ടോമാറ്റിക് ഓൺ ആവും. പക്ഷെ എൻ്റെ വണ്ടിയിൽ റിവേഴ്സ് ക്യാമറ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. GPS ഞാൻ അവിടെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ വയറും ഇതിനുള്ളിൽ ടഗ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കൂടുതൽ വയറൊന്നും ഈ ബ്ലാക്ക് കോമിംഗ് ഒന്നും വലിച്ച് എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് കൈ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്കത് ഉള്ളിലേക്ക് ആക്സസിബിൾ ആണ്. ഉള്ളിലേക്ക് വയർ കയറ്റി വിട്ടാൽ മതി.
പ്ലാസ്റ്റിക് ഐറ്റംസ് ഏതെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. നമുക്ക് മിക്സിയുടെ കൂടെ കിട്ടുന്ന ചട്ടുകം പോലത്തെ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കുട്ടികളുടെ സ്കെയിലോ ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം, ടക്കിൻ ചെയ്യാൻ വേണ്ടി. അത് ഫൈനൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇത് ക്യാമറയിൽ നിന്നും വരുന്ന വയറാണ് ബ്ലാക്ക് കാണുന്നത്. ഇതിലെ ബ്ലാക്ക് കണക്ഷൻ ഞാൻ ബോഡിയിൽ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു, അവിടെ ബോഡിയിൽ ടച്ച് ചെയ്ത് അവിടെ സ്ക്രൂ ചെയ്തു. നെക്സ്റ്റ് യെല്ലോ വയർ നമുക്ക് ഇഗ്നിഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും സപ്ലൈ വരുന്ന അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാനപ്പോൾ അത് സ്വിച്ച് ത്രൂ ആണ് കൊടുക്കുന്നത്. അത് നേരെ വന്ന് സ്വിച്ചിലേക്ക് വന്നു. സ്വിച്ചിൻ്റെ ഔട്ട് വന്നിട്ട് നേരെ ഞാൻ നേരത്തെ കാണിച്ച 15 ആംപിയർ സ്വിച്ചിൽ അങ്ങോട്ട് കണക്ട് ചെയ്തു. അടുത്ത റെഡ് വയർ, ഇത് ഇഗ്നിഷൻ ഓൺ ആകുമ്പോൾ സപ്ലൈ കിട്ടുന്ന രീതിയിലാണ് വേണ്ടത്. അത് ഇവിടെയാണ്, ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ, അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്തു. ഇനി സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴായിരിക്കും ക്യാമറ വർക്ക് ചെയ്യുന്നത്. ഞാനിത് ഒരു സൈഡ് ലോങ് സപ്ലൈ ഉള്ളത്, അതായത് ഇഗ്നിഷൻ ഓഫ് ചെയ്താലും സപ്ലൈ ഉള്ളതിലേക്കാണ് ഞാൻ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് പാർക്കിങ്ങിന് മാത്രം ഓൺ ഓഫ് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രമേ സ്വിച്ച് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് സപ്ലൈ, അതായത് ആ ലോങ് സപ്ലൈ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് വർക്കാകത്തുള്ളൂ. ഇനി മിച്ചമുള്ള വയറെല്ലാം ഇളകാത്ത രീതിയിൽ, ചുമ്മാ തൂങ്ങുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ തൂങ്ങാത്ത എവിടെയെങ്കിലും ഇങ്ങനെ, അതായത് ഇളകാത്ത രീതിയിൽ ഫിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ വണ്ടി കുലുങ്ങിയാലും ഈ വയറുകളൊന്നും അനങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ശേഷം ഞാൻ ഫ്യൂസ് ഇവിടെ കണക്ട് ചെയ്തു. ഡബിൾ സെറ്റ് ടേപ്പ് ചൊട്ടിച്ചിട്ടുണ്ട്. ഈ ഫ്യൂസിൻ്റെ സി പില്ലർ വഴി ടഗ് ഇൻ ചെയ്ത് വയർ വെച്ചിട്ട് ഇത് ഡിസ്പ്ലേ വിത്ത് മെയിൻ ക്യാമറ ഞാനിങ്ങനെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ, ഇത് ഫൈനൽ എല്ലാ ഇൻസ്റ്റാളേഷനും കഴിഞ്ഞതിന് ശേഷം ഉള്ള വീഡിയോ ആണ്. പിന്നെ സ്വിച്ച് മാത്രം വെളിയിലുണ്ട്. ബാക്കി എല്ലാം പ്രോപ്പർലി ടഗ് ഇൻ ചെയ്ത് വയറെല്ലാം. റിവേഴ്സ് ക്യാമറ.